ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് വടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഡോക്ടർ സുനിൽ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് വടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമായി ക്യാൻസർ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഹോസ്പിറ്റൽ അക്കാദമിക് ഹാളിൽ നടന്ന ചടങ്ങ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനും ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസുമായ ഡോക്ടർ സുനിൽ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അതൊരു ഫാമിലിനെ എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ മുമ്പത്തെ അപേക്ഷിച്ച് കണ്ടുപിടിച്ചാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതാണ് അതിലൊരു മുമ്പത്തേലും വ്യത്യാസം. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെഷനിൽ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിതിൻ രാജ് രോഗം നേരത്തെ തിരിച്ചറിയുന്നതിന്റെ പ്രാധാന്യത്തെയും കൃത്യമായ ചികിത്സയിലൂടെ ക്യാൻസറിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചും സംസാരിച്ചു. വരുന്ന 50% ആൾക്കാരും ക്യാൻസർ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇഷ്യൂ കാരണം ഈ ക്യാൻസർ മാറിയിട്ട് പോകുന്ന ആൾക്കാർ പുറത്ത് പറയുന്നില്ല ഞങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന്. കാരണം പിന്നീട് അവരുടെ കുടുംബത്തിനെ ബാധിച്ചാലോ എന്ന് പേടിച്ചിട്ട് അത് പറയൂല. പക്ഷെ പുറത്ത് വരുന്ന ന്യൂസ് മൊത്തം ഈ ക്യാൻസർ മൂലം എന്തെങ്കിലും പറ്റിയ ആൾക്കാരുടെ ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസിൽ വരുന്നത്. അതുകൊണ്ടായിരിക്കാം. അപ്പം പണ്ടത്തെ കാലത്ത് ഇപ്പം ഞങ്ങളൊക്കെ 2015, 2016 കാലഘട്ടത്തിലൊക്കെ ഏകദേശം എല്ലാവരും ഒരു 3ാമത്തെയോ 4ാമത്തെ സ്റ്റേജായിരുന്നു നമ്മൾ ക്യാൻസർ കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പം മൂക്കിൽ വരുന്ന ഒരു 60% ആൾക്കാരും ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്. അപ്പം നമുക്ക് ഇതിനെ കൊണ്ട് കണ്ടുപിടിച്ചതുകൊണ്ട് പല ഗുണങ്ങളാണ്. അതായത് 1ാമത്തെ സ്റ്റേജൊക്കെ ആണെങ്കിൽ മിക്ക ക്യാൻസറും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, ഒരു 90% മുകളിൽ ക്യൂർ ഉള്ള സാധനമാണ്. ക്യൂറിന് നമ്മൾ ഉദ്ദേശിക്കുന്ന 5 കൊല്ലം പേഷ്യന്റിന് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസറിന്റെ ഇതിൽ ക്യൂർ ആയി എന്ന് നമ്മൾ പറയും. പിന്നെ ചില ക്യാൻസർ ഉണ്ട്, പ്രോസ്റ്റേറ്റ്, ലോ ഗ്രേഡ് ലിംഫോമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാൻസർ. ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം വളരെ പതുക്കെ വളരുന്ന വളരെ നിരുപദ്രവകളായിട്ട് കുറേ ക്യാൻസേഴ്സും 1ാമത്തെ സ്റ്റേജ് നമുക്ക് ഉണ്ട്. അപ്പം ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്യാൻസറിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഇതിനെപ്പറ്റി ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോശം വല്ലാതെ അതിന്റെ വളർച്ച ഇങ്ങനെ കൂടി അത് രക്തത്തിൽ കൂടെയോ വെള്ളത്തിൽ കൂടെയോ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് തുറന്നിട്ടോ അങ്ങനെ അത് പടർന്ന് പന്തലിക്കുന്നതാണ് ഈ ക്യാൻസർ. നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീമതി രജിത റഗുലസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രദേശത്തെ ആശാ വർക്കർമാരും സുരക്ഷാ പാലിയേറ്റീവ് അംഗങ്ങളും പങ്കെടുത്തു. പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് ക്യാൻസർ പ്രതിരോധ സന്ദേശം സമൂഹത്തിൽ വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആകാശത്തേക്ക് ബലൂണുകൾ പറത്തി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.